അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ
പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ മക്കളെ, ദൈവവുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സെമിനാരിൽ പഠിക്കാറുണ്ട്. അവിടെ ചില ആൾക്കാരൊക്കെ പഠിക്കാതെ എന്നോട്, ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്റ്റഡിയുടെ പഠന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചില സമയത്തൊക്കെ നാടകം എഴുതും, ചില സമയത്ത് ചെറുകഥ കോമ്പറ്റീഷൻ വരും, ഒക്കെ എഴുതും, ചിലപ്പോൾ കവിത കോമ്പറ്റീഷനൊക്കെ എഴുതും. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കേ. കൂട്ടുകാർ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചെവി പറയും, എന്താണ് റീക്കുള്ള തയ്യാറെടുപ്പാണല്ലേ, റീ എന്ന് അവിടെ പറയണേ. റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുന്ന അതിന് അർത്ഥം. പഠിക്കണ സമയത്ത് ഇരുന്ന് കഥ എഴുതി കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുമെന്നാണ് അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ എന്താ പറയണത്, അങ്ങനെ സപ്ലി. അതാണ് ഇപ്പോൾ ഈ ദൈവത്തിലെ ഡീലീസ് സൂക്ഷിച്ചൊരു സപ്ലി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഹാഗർ എങ്ങനെ കഥാപാത്രമായതാണ്, എബ്രഹാത്തിന് എങ്ങനെയാണ് ഈ ബലിയർപ്പിക്കേണ്ടി വന്നത് സ്വന്തം മകന്, അതെല്ലാം സപ്ലിയാണ്. ഹാഗർ സപ്ലിയാണ്, എബ്രഹാത്തിൻ്റെ ബലിയും സപ്ലിയാണ്. എന്നുവെച്ചാൽ റീ എക്സാമാണ്. ഒരു എക്സാമിന് തോറ്റാൽ ദൈവം അടുത്ത് അതിനേക്കാൾ ഭാരമുള്ള വേറെ എക്സാം വെക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളെ എക്സാം ചെയ്ത് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹാഗർ എങ്ങനെ വന്നതാണ്? സാറാടെ ചിരിയിൽ നിന്നാണ് ഹാഗർ വരണത്. കർത്താവ് ആദ്യം പറഞ്ഞില്ലേ, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയത്തില്ലേ. ഉടനെ സാറ ചിരിച്ച്, കാരണം ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു. അപ്പം എന്ത് പറ്റി? അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിച്ച ആ അവസ്ഥയിൽ ദൈവമായിട്ട് ഡീലിങ് നടക്കത്തില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസം തെളിയിക്കണം. അപ്പം സാറ വന്ന് എബ്രാഹും അതിൽ പെട്ടുപോയി. സാറ ചിരിച്ചപ്പോൾ എബ്രാഹത്തിന് സാറാനെ ഒന്ന് ശാസിക്കാമായിരുന്നു, പക്ഷെ എബ്രാഹിം മിണ്ടിയില്ല. അതൊരു പുതുമയായിട്ട് എടുത്ത് ദൈവമാണ് സംസാരിക്കണം എന്നുള്ള ദൈവം എബ്രാഹിമിന് തോന്നിയില്ല. 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അതായത് എൻ്റെ ഒരു വാക്ക് ദൈവം തിരികെ ചേർത്തിട്ടുണ്ട്. 18:11 വായിച്ചേ. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അതിൻ്റെ തീർച്ചയായും തിരികെ വരുമെന്ന്, തീർച്ചക്കാണ് പ്രാധാന്യം. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് പറയുമ്പോൾ അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്?
ഞാൻ അടുത്ത വസന്തത്തിൽ തീർച്ചയായും ഞാൻ തിരികെ വരും. അപ്പോൾ തീർച്ചയായും നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അത് ആ തീർച്ചയായും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണത്. പക്ഷെ ഇത് വചനം കേട്ടിട്ട് ആ പൊട്ടിക്ക് മനസ്സിലായില്ല. അവൾ ചിരിച്ച്. ആ ചിരിച്ചു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം വെച്ചാൽ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. ഹെബ്രായർ 4:2 എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അതാണ് വചനം. ഇപ്പം ഇവൾ ചിരിച്ചപ്പോൾ എന്ത് പറ്റി? വചനം വിശ്വസിച്ചില്ല. അപ്പോൾ ആ കേട്ട വചനം ഇനി പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്ത് ഇനി ഇവരുടെ അവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത് ലോത്തിനെ ഇളക്കി വിട്ട്. ലോത്തൊക്കെ വെറുതെ അവിടെ ഇവൻ പറഞ്ഞ ഈ ലോത്തൊക്കെ ഇവർ പറഞ്ഞ കേട്ട് ഈ കുഞ്ഞാടിനെ പോലെ പുറകെയാണ്. അല്ലെങ്കിൽ എബ്രാഹിം കൊണ്ടുവരുക ലോത്തിനെ. ലോത്ത് വല്ല ഗുണ്ടായുസം കൊണ്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പഞ്ചപുച്ച ഉടക്കിയ ഇയാളുടെ ഒരു ദാസനായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് പണി മേടിച്ചപ്പോൾ ലോത്തിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. എന്താണ്? അവനവരുടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ എബ്രാഹത്തിനെ സമ്മർദ്ദത്തിലാക്കി. വെള്ളപ്രശ്നവും അങ്ങനെ പല പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇതുപോലെ ലോത്ത് കുറച്ച് പരുക്കനായി. സാറായിക്ക് ലോത്തിനെ സംശയം. എബ്രാഹിം അങ്ങ് വീട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ലോത്തിൻ്റെ ഭരണവില വരാൻ പോണത്. അപ്പോൾ സാറാനെ എങ്ങനെയും കൊന്നാൽ എന്ത് ചെയ്യും? സമ്പത്തെല്ലാം അടിച്ചെടുക്കൽ. ഈ ലോത്ത് കഥാപാത്രമല്ല, ചിരിച്ച് കഥാപാത്രം. ഇവൾ ചിരിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ആ കണക്ഷൻ പോയി. അപ്പം ലോത്ത് ബലം പ്രാപിച്ചു. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന കുഴപ്പമാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന മുടക്കുകയും നിങ്ങൾക്ക് ഇത്തിരി പണം കിട്ടിക്കഴിയുമ്പോഴും ജോലി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിനൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സ്നേഹവും പൊന്നും തേനും ഒക്കെ ആയിരുന്നു, മക്കളുമായിട്ടൊക്കെ ഭയങ്കരമായിരുന്നു. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ കറക്കവും പിന്നെ കുർബാനയില്ല, അവിടെ പോകുന്നു. പിന്നെ ജോഗിങ് അല്ലല്ല, ഓരോ സ്ഥലത്ത് റിസോർട്ടിൽ പോയി ആൾക്കാർ താമസിക്കല്ലേ. ഞായറാഴ്ച എങ്ങനെ പോയി താമസിക്കും, കുർബാനക്ക് പോകത്തില്ല. കാര്യം എന്താ? അവർക്ക് ഇനിയിപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം ആ മക്കളുമൊക്കെ തോന്നിയവാസികളായി. നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കേമത്തം കൊണ്ട് ഒരുത്തൻ പാട്ട് പാടാൻ പോയി അവൻ്റെ കുടുംബം ഇന്ന് മൊത്തം നശിച്ചിരിക്കുക അല്ലേ? ദൈവത്തിന് മറന്ന പണി കിട്ടും. അതായത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായാലും ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിൽ വളർന്നു വന്നതിന് ശേഷം നമ്മൾ ഇത്തിരി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ മറക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റണക്ക് പോകത്തില്ല. ഇപ്പം സാറാവുന്ന ചിരിച്ചതാണ് കൂടാരത്തിൻ്റെ പുറകുന്നുണ്ട്. ഇപ്പം എന്നാ പറ്റി? ലോത്ത് അത്രയും നാളും പത്തി മുടക്കിടന്ന് ലോത്ത് ബലം പ്രാപിച്ച്. സാറൊക്കെ പേടിയായി. സാറാ പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്യം കേട്ടുകൊണ്ട് കാത്തിരുന്ന നിങ്ങളുടെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് ശത്രുക്കൾ പോകും. അതുകൊണ്ട് ആകരണ പ്രാപിക്കൂ, പിള്ളേരുണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ എബ്രാഹത്തിന് ആ സ്ത്രീ അവതാളത്തിലാക്കി. എബ്രാഹം പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ഹാഗർ ഗർഭിണിയായി. അപ്പോഴേ ആ എബ്രാഹം സാറാഭരണ കേട്ടില്ലേ? സാറാഭരണ കേട്ടാണല്ലോ എബ്രാഹം ദൈവം എന്താ പറഞ്ഞത്? വസന്തത്തിൽ തീർച്ചയായും ഞാൻ എതിരെ പോകും, അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട ആളാണ് എബ്രാഹം സാറാ പറഞ്ഞ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ദൈവം എപ്പോഴാണ് അറിയത്തില്ലല്ലോ എന്ന് ചെയ്തുകൊണ്ട് അയാൾ ആഗറിനെ പ്രാപിച്ചു. ഇസ്മയിൽ ജനിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ദൈവം വാക്ക് പാലിച്ചു. ദൈവം ഇസഹാക്കിനെ കൊടുത്തു. പക്ഷേ ആഗർ എങ്ങനെയാണോ സാറായുടെ ചിരിയിലൂടെ രംഗത്ത് വന്ന് ഇവർക്കെതിരായത്, അതുപോലെ ഹാഗർ സാറാക്കെതിരായി. ദൈവം പറഞ്ഞാൽ കേൾക്കാതെ എബ്രാഹം സാഗറിനെ പ്രാപിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പരീക്ഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് പറയുന്നത്. ഇസഹാക്കിൻ്റെ ബലി എബ്രാഹിം വലത്തി വെച്ചതാണ്. ഈ ഹാഗറിനെ പ്രാപിക്കാതിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം പോലെ വിശ്വാസത്തോടെയും പ്രത്യേകം കാത്തിരുന്നെങ്കിൽ എബ്രാഹത്തിൻ്റെ ബലി ഒഴിവാക്കാമായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ ചിന്തയാണ്. സഭ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പ്രലോഭനങ്ങൾ രണ്ടും
നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒഴിവാക്കിയാൽ, നമ്മൾ അതിനേക്കാൾ വലിയ ഒരു കുരിശ് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഇനി വരാമ്പോൾ അതിനേക്കാൾ വലിയ കുരിശായിരിക്കും. അതാണ് ഓരോ ഈ എബ്രാഹത്തിൻ്റെ സാറായുടെയും കഥയുടെ അന്തർധാരയിൽ പോകുന്ന ഒരു നൂലതാണ്. ശരിക്കും എബ്രാഹത്തിന് രണ്ടിനും പണി കിട്ടില്ലേ? തിരിച്ച് സാറായ്ക്ക് ഹാഗറിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. സാറാ പറഞ്ഞ കേട്ട് ഹാഗറിനെ പ്രാപിച്ച എബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ടി വരുന്ന, ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനല്ലേ അയാൾ അനുഭവിച്ച് കൂട്ടിയത്. പല ടെൻഷനും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം സാഹചര്യ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിശബ്ദമാവുക, ദൈവവഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക. ക്ഷീരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെൽമിയ ജോസ്. ഞാനിപ്പോൾ MBBS ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യാനായിട്ട് നിൽക്കുന്നു. എൻ്റെ സ്ഥലം കാക്കൂർ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 28/12/2023 ആദ്യമായി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഫസ്റ്റ് ഇയർ ഫൈനൽ എക്സാം യൂണിവേഴ്സിറ്റി ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ഫസ്റ്റ് എക്സാം അനാട്ടമി പേപ്പർ 1 ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു എക്സാമാണ്. അതിനകത്ത് വന്ന പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എനിക്കറിയാമായിരുന്നു. അപ്പോൾ നല്ല കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ തുടങ്ങി. പക്ഷേ ഞാൻ എക്സാം എഴുതി എസ്സേ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം തീർന്ന് അരമണിക്കൂറേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി, പാനിക്കായി. പിന്നെ എന്തൊക്കെയോ കാണിച്ച് ആ എക്സാം ഫിനിഷ് ചെയ്തു. പക്ഷേ തോറ്റു പോകുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ വാക്ക് കൊടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം. എന്നിട്ട് പറഞ്ഞ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. എന്നിട്ട് പിന്നെ ഞാനൊരു എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. അതിനകത്ത് ഒരു ടീച്ചർ ഇരുന്ന് ഭയങ്കര സ്പീഡിൽ എല്ലാവർക്കും റിസൾട്ട് കൊടുക്കുന്നു. അതിനകത്ത് ഒരു മാർക്ക് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. ആ മാർക്കായിരുന്നു എനിക്ക് എക്സാമിന് കിട്ടിയത്. ഫസ്റ്റ് ഇയർ ഞാൻ പാസ്സായി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് അപ്പോൾ അത് പിന്നെ എനിക്ക് അങ്ങോട്ട് ടൈം മാനേജ്മെൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അമിതമായ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അന്ന് ആ ഒരു ഇഷ്യൂ വന്ന പിന്നെ എനിക്ക് ഭയങ്കര അമിതമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കിത് പറ്റില്ല, ഒരിക്കലും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ചാലും എഴുതാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈശോയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധ അമ്മയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. അപ്പം ഞാൻ ഇത് മൊത്തം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറും പാസ്സായി. തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയിട്ട് വന്നു. പക്ഷേ അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലെപ്റ്റോസ്പൈറോസിസ് പോസിറ്റീവ് ആണെന്നാണ് കാണിച്ചത്. അത് ഫോൾസ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അവർ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റഡി ലീവിൻ്റെ ഫുൾ സമയത്തും എനിക്ക് പനിയും, ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോവുക, എനിക്ക് പഠിക്കാനേ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം പെട്ടെന്ന് വന്നു. ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞു. കാരണം എനിക്ക് പാസ്സാവാനേ പറ്റത്തില്ല, കാരണം ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാനേ പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ കിട്ടി. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ തലേദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. കാശുരൂപവും ഉടമ്പടി ഉപ്പും ആയിട്ടായിരുന്നു ഞാൻ എക്സാം ഹോളിൽ കയറിയിട്ട്. അപ്പോൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് കയറിയപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. എനിക്ക് ആ എക്സാം നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റി. തേർഡ് ഇയർ ഫൈനൽ ഇയർ വന്നപ്പോഴത്തേക്കും ഫൈനൽ ഇയറിൽ 11 സബ്ജക്റ്റാണ്. അഗ്രിഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 9 പേപ്പറും 6 പ്രാക്ടിക്കലുമാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു എക്സാം ഡേറ്റ് വന്നത്. ഞാൻ പഠിക്കുന്നത് തമിഴ്നാട്ടിലാണ്. സോ MGR യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല. പേപ്പർ 1 കഴിഞ്ഞ് പേപ്പർ 2, അത് കഴിഞ്ഞ് ഒരു ദിവസം അവധി, പിന്നെ നെക്സ്റ്റ് പേപ്പർ, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാം. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഇത്രയും സബ്ജക്റ്റും ഉണ്ട്, പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതായി. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു പീഡിയാട്രിക്സും മെഡിസിനും. ഈ പീഡിയാട്രിക്സിൻ്റെ തലേദിവസം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതായത് വലിയ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒക്കെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. അപ്പോൾ വേറെ ടെക്സ്റ്റ് എടുത്തിട്ടൊന്നും മനസ്സിലാവില്ല എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മുട്ടുകുത്തി 2 നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഹാർട്ടും ഫ്ലവറും വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, സാറില്ല ഈശോ പാസ്സാക്കും, അങ്ങനെ ഒരു ഇതായി. എന്നിട്ട് തിയറി എക്സാം ഫുൾ കഴിഞ്ഞ് പ്രാക്ടിക്കൽ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ പ്രാക്ടിക്കലിനും ഭയങ്കര
പേടിച്ച് അറിയാവുന്ന കേസ് മാത്രമേ വരാവുള്ളൂ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. എല്ലാ എക്സാമിനും ഞാൻ ഒരടയാളം ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും വന്ന് എക്സാമിനേഴ്സ് ഒന്നില്ലെങ്കിൽ പച്ച സാരി ഉടുത്തായിരിക്കും, അല്ലെങ്കിൽ നീല സാരി ഉടുത്തായിരിക്കും, അല്ലെങ്കിൽ ഗ്രേ കളർ സാരി ഉടുത്തായിരിക്കും. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ പാസ്സാക്കും അങ്ങനെയുള്ളൊരു ഇത്. പക്ഷേ മെഡിസിൻ്റെ പ്രാക്ടിക്കൽ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ കേസും പഠിച്ചിട്ടാണ് പോയത്. ഒരു കേസ് മാത്രം, ഒരു കാർഡിയോളജി എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഞാൻ കുറച്ച് വിട്ടാണ് പോയത്. പക്ഷെ അതേ കേസ് തന്നെ എനിക്ക് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പോയി, ഇത് പൊട്ടും എന്നുള്ള രീതിയായി. അപ്പോൾ ഞാൻ മാതാവിന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ കേസൊക്കെ എടുത്തത്. എന്നിട്ട് ഞാൻ മാതാവിന് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ വൈവയ്ക്ക് കയറുന്നതിന് മുമ്പ് ടേബിളിൻ്റെ അടിയിൽ മൊത്തം ഉപ്പ് വെതറിയിട്ടാണ് കയറിയത്. ആ വൈവ സ്റ്റാർട്ടായി അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറച്ച് അറിയത്തില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഉപ്പ് വെതറി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. അപ്പോൾ ജീസസ് ഇസ് ദ ബെസ്റ്റ് ഹീലർ, അതായത് സക്സസ് ജീസസിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ഒരു ബോധ്യം, കൂടുതൽ ദൈവസ്നേഹം, അതെന്നെ കൂടുതൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്താനായിട്ട് സഹായിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും പത്രം എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും മേടിച്ച് വിതരണം ചെയ്തിരുന്നു. അത് തമിഴ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനത്തെ ഭാഷകളിലായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനൽ ഇയറിൽ 11 സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ 11 കെട്ട് പത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് മൊത്തം വിതരണം ചെയ്തു. പിന്നെ സ്റ്റാറ്റസ്, സ്റ്റോറി, അങ്ങനെ കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഡെയിലി ബ്രെഡ്, ലിവിങ് ഓറക്കിൾസ്, ഉടമ്പടി ധ്യാനം, ബ്രദർ വിജയകുമാർ സാറിൻ്റെ ധ്യാനം, അങ്ങനെ എല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ മാതാവിനെ പറ്റി പറയുകയും അവരെ കൊണ്ടൊക്കെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ, ഉടമ്പടി എല്ലാം എടുപ്പിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കെപ്പോഴും ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പിടിക്കുന്നില്ല. എനിക്ക് അടിക്കടി ഞാൻ ഹോസ്പിറ്റലിലാവും, ഗ്യാസ്ട്രൈറ്റിസ് വന്ന്. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെനിക്ക് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അറ്റൻഡൻസേ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവും, ഈ ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നാലും എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പിന്നെ വെച്ച ഒരു നിയോഗമായിരുന്നു, എൻ്റെ അനിയത്തി 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾക്ക് നല്ല ഉയർന്ന മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞു വെച്ചായിരുന്നു. അവൾക്ക് അതുവരെയും കുറച്ച് പാടായിരുന്നു, അവൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് 10th ഫുൾ A+ കിട്ടി, 96 എബോവ് മാർക്ക് കിട്ടാനായിട്ട് സഹായിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രീറ്റിൽ പിന്നെ വഴിയരികിലും ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഫുഡ് പാക്കറ്റ് മേടിച്ച് വിതരണം ചെയ്തിരുന്നു. പിന്നെ ആരെ കണ്ടാലും ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടി എൻ്റെ ഉള്ളത് ഞാൻ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇത്രയും നന്ന ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി. ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരുപാട് ഉയരാനായിട്ട് സഹായിച്ചു. എനിക്ക് ജപമാലയോട് അധികം ഭക്തി ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ജപമാല ഭക്തി ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ദൈവത്തോട് സ്നേഹം ഭയങ്കരമായിട്ട് കൂടി. ആദ്യ കുർബാന സ്വീകരിച്ച ആ സമയത്ത് നല്ല കുർബാനയിൽ ഭയങ്കര അനുഭവം കൊണ്ട് കുർബാന കൂടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അത് ഗ്രാജുവലി അത് നഷ്ടമായി. ഇപ്പോൾ വീണ്ടും ആ ഒരു ഭയങ്കര അനുഭവത്തോടെ കുർബാനയിൽ പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം ലഭിച്ചു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെയാണ്. നാം എപ്പോഴും ഇല ചൂടി, എപ്പോഴും പച്ചയായി, എപ്പോഴും ഫലം ചൂടി നിൽക്കുന്ന ഒരു നല്ല വൃക്ഷമായി വളരാനാണ് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കേണ്ടതെന്ന് ഈ മകളുടെ ഡെൽമിയ ജോസിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഡെൽമിയ ജോസ് ഇപ്പോൾ MBBS കഴിഞ്ഞ് പാസ്സായി. അതിൻ്റെ വലിയ സന്തോഷത്തിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടി ജീവിതം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് തന്നെ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നതാണ്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മകൾക്ക് മനസ്സിലായത്, ഞാനൊരു പക്ഷേ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും,
എനിക്ക് ഏകമാർഗം ഇനി ഉടമ്പടി മാത്രമാണ് എൻ്റെ ഏകമാർഗമെന്ന് ഡെൽമിയയ്ക്ക് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം അപേക്ഷിക്കാനും മകളുടെ വാക്കുകളിൽ പറയുന്നത് പോലെ ഞാനൊരു ജപമാല ഭക്തിയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോടെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധ അമ്മ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ, പലപ്പോഴും തിരുനാളത്തിലെല്ലാം പരിശുദ്ധ അമ്മ സാമീപ്യം കാണിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ മകൾക്ക് മനസ്സിലായത് അമ്മ ഒരു കഥയല്ല, അമ്മ എപ്പോഴും ജീവിക്കുന്ന ഒരു പ്രസൻസ്. ഇവിടെ അത്ഭുതത്തോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എൻ്റെ എല്ലാ ദുരന്താവസ്ഥകളിലും അമ്മ ഇടപെടുന്നു എന്ന് മകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് തന്നെ ദൂതനെ അയച്ച് ഞാൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുമെന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് ഒരു ഫ്രണ്ടുമായി കമ്പൈൻ സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെയാണ് ഈ മകൾക്ക് പരീക്ഷയ്ക്കായി ചോദിച്ചതും അപ്പോൾ വളരെ കൃത്യമായി ഉത്തരം നൽകാൻ സാധിച്ചുമെന്ന് മകൾ ഏറ്റു പറയുന്നു. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നമ്മുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതഭാരം ലഘൂകരിക്കുന്നതായി ഡാൽമിയ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ കൃത്യമായി ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി തൻ്റെ കൂട്ടുകാരുടെയും തന്നോടൊപ്പം ഉള്ളവർക്കെല്ലാവർക്കും ആ വിശ്വാസ കൈമാറ്റം നടത്തുവാനായിട്ട് ഈ ഒരു പഠനകാലം മകളെ സഹായിച്ചു എന്ന് ഏറ്റു പറയുന്നു. തിയറി എക്സാം ഒരുവിധം കടന്നു കിട്ടിയപ്പോഴാണ് വൈവ വളരെ ശക്തമായ ഒരു പ്രാക്ടിക്കൽ എക്സാം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി. അവിടെയാണ് ഈശോ ആരാണെന്ന് ഡെൽമിയയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. ഡെൽമിയ പറയുന്നത് ഡോക്ടർ രേവതി ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ജീസസ് ഒരു വൂണ്ടഡ് ഹീലറാണെന്ന് രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെൽമിയ പറയുന്നത് ഈശോ ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ്. ഒരു രോഗിക്ക് സൗഖ്യം നൽകുന്നത് ഈശോ മാത്രമാണ്. ഈശോ പലപ്പോഴും സൗഖ്യം നൽകുമ്പോൾ ചെവിയിൽ കൈയിടുന്നതായും കണ്ണിൽ ചെളി പുരട്ടുന്നതായും എല്ലാം പറയുന്നുണ്ട്. തൊട്ട് സ്നേഹിക്കുന്ന ഒരു ഈശോയെ ഒരു ഡോക്ടർക്ക് മനസ്സിലായതിൻ്റെ കൂടി ഒരു സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മകൾ പറഞ്ഞു വിട്ടുപോയ ഒരു കാര്യം, എല്ലാ ദുരന്തങ്ങളിലൂടെ ചില സമയങ്ങളിൽ തൻ്റെ ആഗ്രഹങ്ങൾ ഈശോ എന്നെ എത്രമാത്രം പേഴ്സണലായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം മകളവിടെ പറഞ്ഞിരുന്നു. ഈ മകൾക്ക് ഇവർക്ക് 3 പേരായിട്ടാണ് ഒരു റൂം ഷെയർ ചെയ്തിരുന്നത്. ആ സമയത്ത് മകൾക്കൊരാഗ്രഹം വന്നു, എനിക്ക് പേഴ്സണലായി ഈശോയെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം, എനിക്ക് പഠിക്കണം, എനിക്കൊരു സിംഗിൾ റൂം ആവശ്യമാണെന്ന്. പക്ഷേ അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു കേടുവന്നു. അത് അവരെ എല്ലാ സ്റ്റുഡൻസിനെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും തന്നെ സിംഗിൾ റൂം പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഡെൽമിയയ്ക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കൊച്ചു ആഗ്രഹങ്ങൾ പോലും ദൈവം എത്രമാത്രം കരുതലോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഡെൽമിയ പറയുന്നത്. നമുക്ക് ഏതൊരവസ്ഥയിലും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ദൈവം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ് ഡെൽമിയ എന്നിവിടെ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ അനുജത്തിയുടെ പരീക്ഷയിലുണ്ടായ ഒരു വിജയത്തെക്കുറിച്ചുമെല്ലാം താൻ എവിടെയെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വെച്ചുവോ അവിടെയെല്ലാം 10 മടങ്ങ് മകൾക്ക് അനുഗ്രഹവും കൃപകളും നൽകിയതായി ഏറ്റുപറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പഠനകാലത്തും ജോലി സമയങ്ങളിലും എല്ലാം ഉള്ള തകർച്ചകളെയും പ്രതിസന്ധികളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഡെൽമിയ ജോസിന് ലഭിച്ച അനുഗ്രഹങ്ങൾ. 2024 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ കൂട്ടുകാരി മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ പേര് അംബിക, വൈക്കത്തു നിന്നാണ്. വൈക്കം ഇടയാഴം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇതുപോലൊരു വേദിയിലോ ഒന്നും ഞാൻ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദി തന്നെ നിൽക്കണം. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് നിന്ന് പറയാൻ പോലും പറ്റിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും. ഞാൻ ഒരുപാട് സഹനങ്ങളിൽ നിന്ന് വന്നതാണ് ഞാനിവിടെ. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി എല്ലാ കാര്യങ്ങളിലും എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണം. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലാത്തൊരാളാണ്. പക്ഷേ എങ്കിൽ സഹോദരങ്ങളുമായിട്ട് ഒരിക്കലും പിണങ്ങരുതും, അയൽവാസിയായിട്ട് പിണങ്ങരുതും. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നെ ഒരു കൂട്ടുകാരിയാണ് ഇവിടെ എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 3.5 ലക്ഷം രൂപ വരെ ഞങ്ങൾ അടച്ച് അത് പലിശയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല. 2 പേരും കാലിന് മേലാത്തവരാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും. വേറെ ആശ്രയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് കൊടുക്കാൻ പറ്റാതെയായി. പല പ്രാവശ്യമായിട്ട് ജപ്തി നടപടികൾ കാര്യങ്ങൾ വന്ന്
അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഓരോരുത്തർക്കായിട്ട് എനിക്ക് നടന്നു പോയൊന്നും ചെയ്യാൻ പാടില്ലെങ്കിലും ഇവിടെ വന്ന് പത്രവും വാങ്ങിക്കും. അത് കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവാണ് ആ പത്രം എല്ലായിടത്തും കൊടുക്കുന്നത്. ആ കൂടെ ഞാനും പോകും. ഞാൻ പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അത് മരുന്നിനൊക്കെയാണ് എനിക്ക് നല്ലൊരു പൈസ വേണമായിരുന്നു. എല്ലാം എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 2 പേരെയും കൂട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ജോസഫച്ചനെ ഉണ്ട് 40 ദിവസം അച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ കടം തീരാൻ പോകുകയാണ്. 7.5 ലക്ഷം രൂപ എനിക്ക് കടം ഉണ്ടായിരുന്നു. എനിക്കത് ഞാൻ ആ കടം എങ്ങനെ വീട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛൻ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, 40 ദിവസമൊന്ന്. ഞാനിവിടെ വന്ന് ആ ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞ്, ഞാൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് അടക്കേണ്ടത്? 50 പൈസ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എത്ര രൂപയാണ് അടക്കേണ്ടത്? അത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ്. അത് എനിക്കെന്ത് നിങ്ങൾക്ക് കുറച്ച് തരാം, അതും എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ 1.5 ലക്ഷം രൂപ കുറച്ച് തരാം, ബാക്കി 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പം നിങ്ങളിതെങ്ങനെ അടക്കുമെന്ന് എന്നോട് ചോദിച്ചു. നിങ്ങളിത് നടക്കാനാണോ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നടക്കും. അതെങ്ങനെ നടക്കും? എൻ്റെ അമ്മ മാതാവ് നടത്തി തരും. ഉടനെ അവർ പറഞ്ഞ്, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അച്ഛൻ എനിക്കൊരു ലോക്കറ്റും ഉപ്പും തന്നാ വിട്ട. ലോക്കറ്റ് എൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട് ഉപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്. വീട്ടിലും ഡെയിലി സമയങ്ങളൊന്നും ഞാൻ നോക്കാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ മോള് പറഞ്ഞ്, ഞാൻ കാരണമല്ലേ അമ്മക്ക് കടവും വന്ന് ഈ അമ്മയ്ക്ക് വീടും ഇല്ലാതെ വരും, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അവൾ ഉടമ്പടി എടുത്തു. പക്ഷെ അവളും പ്രാർത്ഥിച്ച് ഈ കടം തീർത്ത് കിട്ടണം, ആ വീട് തിരിച്ച് കിട്ടണമെന്നുള്ളത്. അതുപോലെ എനിക്ക് ആ അച്ഛൻ പറഞ്ഞ ദിവസത്തിൽ ഈ 38ാമത്തെ ദിവസം എൻ്റെ പൈസ ഞാൻ കൊടുത്ത് തീർത്ത്. 40 എന്ന് അച്ഛൻ പറഞ്ഞിട്ട് അതിന് മുമ്പ് പൈസയും കൊടുത്ത് 40ാമത്തെ ദിവസം എൻ്റെ പ്രമാണം ഞാൻ തിരിച്ചെടുത്ത്. എനിക്കിത് എൻ്റെ അമ്മയെന്ന് പറയാൻ പറ്റിയല്ല, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. എല്ലാവരും വന്ന് അതുപോലെ ചെയ്യണം. അമ്മയെ വിളിച്ചാൽ അമ്മ വിളി കേൾക്കും, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കരഞ്ഞ് വിളിച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അമ്മ കരയും, അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തിരുക്കുമാരൻ്റെ മാതാവും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കണ്ണ് നിറഞ്ഞാൽ അമ്മ സമ്മതിക്കുകയില്ല, നമ്മുടെ കണ്ണ് നിറയ്ക്കാൻ നമ്മളെ കരയിപ്പിക്കുകയില്ല. അമ്മ നമ്മുടെ കൂടെ വരും. അമ്മ നമ്മൾ വിളിക്കുന്നിടത്ത് അമ്മ വരും. ഞങ്ങൾ ഒരു സ്ഥലത്തും പ്രൈവറ്റ് ബാങ്കിൽ പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു ഇതില്ല. പക്ഷേ നമ്മുടെ അമ്മ മാതാവ് എനിക്ക് ആ പൈസ കുറപ്പിച്ച് 1.5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവസാനം വീണ്ടും അപേക്ഷ വെപ്പിച്ചവർ കുറച്ചും കൂടി കുറച്ച് തരുമെങ്കിൽ തരട്ടെ, ഇത്രയും വയ്യാത്തൊരാളല്ലേ എന്ന്. അങ്ങനെ എനിക്ക് വീണ്ടും 27,000 രൂപ കൂടി കുറപ്പിച്ച് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കുറച്ച് നിന്ന് ഞാൻ പ്രമാണം തിരിച്ചെടുത്ത്. പിന്നെ എനിക്ക് വേറൊരു ഞങ്ങൾക്ക് 50 സെൻറ്റ് സ്ഥലം നിലവാണ്, അത് കൃഷി ചെയ്യാമായിരുന്നു. എല്ലാ വർഷവും കൃഷി ചെയ്ത് ഞങ്ങൾ മിഷ്യത്തിനാണ് കൊയ്യണത്. ഈ വർഷം അത് കൃഷി ചെയ്തിട്ട് മിഷ്യൻ ഇറങ്ങിയിട്ട് താന്നു പോയി. അവസാനം ഞങ്ങൾ എന്നാൽ ഇതിന് കൊയ്യേണ്ട, ഞങ്ങൾക്ക് പൈസ കൂടെ 700 രൂപ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, 1300 രൂപ ആണുങ്ങൾക്ക് കൊടുക്കാം. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് തലകറക്കം പോലെ ഉണ്ടായി. കാരണം അത്രയും കഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. ഉടനെ എൻ്റെ മോൾ എന്നോട് അവിടെ അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ ഈ കരയണ്ട, ഇത് നമ്മുടെ അമ്മയുണ്ട്, അമ്മ നമുക്ക് തരും എന്നും പറഞ്ഞ് പിടിച്ച് വീട്ടിൽ കൊണ്ട് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നു, കാശ് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ ഈ നെല്ല് കളയരുത്, നിങ്ങൾ കൊയ്ത്ത് കഴിയുമ്പോൾ എനിക്ക് കാശ് തന്നാൽ മതിയെന്ന്. പെട്ടെന്ന് ആളെ വിളിക്കാൻ പറഞ്ഞ് ആളെ വിളിച്ച് ഞങ്ങളത് കൊയ്യിച്ചിട്ട് ഞങ്ങൾക്ക് ആ ആളിന് കൊടുക്കാനുള്ള കാശും ഉണ്ടായി. ഞങ്ങൾക്ക് 2 ഗ്രാമിൻ്റെ സ്വർണം മേടിക്കാനുള്ള കാശും അമ്മ മാതാവ് തന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ചിട്ട് ചേട്ടനും ഞാനും കൂടിയാണ് കൊണ്ടു നടക്കുന്ന. അതുപോലെ ഇത്രയും അവശതയായ ഞാൻ നടന്ന് എനിക്കൊരു വീട്ടിൽ ചെന്നൊരു രോഗിയെ നോക്കാൻ പറ്റിയല്ല. ഞാൻ ചേട്ടൻ്റെ പുറകിൽ ഇരുന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സാമ്പത്തികമായിട്ടൊക്കെ അവരെ ഞാൻ നന്നായിട്ട് സഹായിക്കുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കും, നമുക്ക് തികഞ്ഞിട്ട് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാം. അപ്പം ഡ്രസ്സ് വാങ്ങിക്കും ഞങ്ങൾ. എൻ്റെ മോളും ഞാനും കൂടി വീടുകളിൽ കൊണ്ടുവന്ന് അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, വേണ്ടാത്തവർക്ക് കൊടുക്കാറില്ല അതൊന്നും. ഇന്നും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയും നാളെ എനിക്ക് അമ്മയുടെ ഈ പിന്തുടർന്ന് എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്, മരണം വരെ നമുക്ക് അമ്മയെ തന്നെ സേവിച്ച് ജീവിക്കണമെന്നും എൻ്റെ മോളോട് എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ ഓരോ കാര്യത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ
എല്ലാത്തിനും തിരുക്കുമാരനും മാതാവിനും നന്ദി, 100 കോടി നന്ദി പറയുന്നു. ഇനിയും എനിക്കിതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണേ എന്ന് അമ്മയോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഒത്തിരി നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കാല്, ഞാൻ കിടപ്പിലായിരുന്നു, അല്ലാതെ ഞാൻ നടന്ന ആളല്ല. എൻ്റെ മോടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സംരക്ഷിക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഞാൻ പറയാം, എനിക്കത് ആരാന്ന് അറിയത്തില്ല. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അച്ഛനും അറിയാം. ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ നല്ല കണ്ണ് തുറക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നു, മെറൂൺ കളറിലുള്ള ഉടുപ്പിട്ടിട്ട് സ്റ്റീലിൻ്റെ മാലയായിട്ടിരിക്കണത്. എന്നിട്ട് എന്നോട് പറയുന്നു, കൈ ചൂണ്ടിയിട്ട് പറയുന്നു, മോളെ നിന്നെ തിന്മയെന്നും തീണ്ടുകയില്ലെന്ന്. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി. ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് എൻ്റെ ഞാനും എൻ്റെ മോനും കൂടിയാണ് കിടക്കുന്നത്. അപ്പം മോൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അതെന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാന്നറിയത്തില്ല മോനെ, ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലത്. പിറ്റേ ദിവസം ഞങ്ങൾ ഒരിക്കലും വണ്ടിക്ക് ഈ മേലാതെ വന്നു കഴിഞ്ഞിട്ട് ലൈൻ വണ്ടിയെ കയറിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞടി, ഇന്ന് വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകാം, നിന്നെ ഞാൻ കയറ്റിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഞാൻ സീറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ കണ്ട രൂപം ഈ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു പോയി. അയ്യോ, എന്നെ കാണിച്ചത് ഈ രൂപമാണല്ലോ എന്ന്. എന്നെ ശരിക്കും ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് കുടയുടെ കാല് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയണം, മോളെ കരയണ്ട, നിന്നെ തിന്മ നീണ്ടുകയില്ലെന്ന്. അങ്ങനെ വന്ന് ഞാനിപ്പോൾ ഇത്രയും നേരം ഒരു ശകലം നേരം എനിക്ക് നിൽക്കാൻ പറ്റിയല്ലാത്ത ഞാൻ ഇത്രയും നേരം മാതാവിൻ്റെ ഈ മണ്ണിൽ ചവിട്ടിയല്ലോ. എനിക്കതാണ് ഏറ്റവും, ഞാൻ ഒരിക്കലും ഓർത്തില്ല ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുമെന്ന്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഇനി ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 138:7. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. അംബിക തങ്കച്ചൻ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും ജോസഫച്ചൻ നൽകിയ സന്ദേശത്തിലൂടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാരം എടുത്തുമാറിയതിനെയുമാണ് സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. കുടുംബത്തിലുണ്ടായിരുന്ന വലിയൊരു കടബാധ്യത അത് തിരികെ വീട്ടുവാനാവാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ ആ നിയോഗം വയ്ക്കുകയും ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ 40 എന്ന സംഖ്യ ഈ കുടുംബത്തോട് പറയുകയും ചെയ്യുന്നു. ഈ കുടുംബം അത് 40 ദിവസത്തിനുള്ളിൽ ദൈവിക ഇടപെടൽ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ സന്നിധിയിൽ ഈ നിയോഗം, ഈ 7 ലക്ഷം രൂപയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നാളുകളിൽ സ്വർണത്തിൻ്റെ വില വല്ലാതെ കൂടുകയും കയ്യിലുണ്ടായിരുന്നൊരല്പം സ്വർണം വിൽക്കുവാനും അതുവഴി ആ ബാധ്യതകൾ വേഗത്തിൽ 38ാമത്തെ ദിവസം തീർത്ത് 40ാമത്തെ ദിവസം ആധാരം തിരികെ കയ്യിൽ കിട്ടും വിധം അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വിളഞ്ഞു കിടന്ന പാടത്തിറക്കിയ കൊയ്ത്തിൻ്റെ യന്ത്രം താന്നു പോകുമ്പോൾ അത് കൊയ്തെടുക്കുവാനാവാത്ത പ്രതിസന്ധിയിലും അമ്മ മാതാവ് ദൂതനെ അയച്ച് കുടുംബത്തെ സംരക്ഷിച്ച് അത് കൊയ്തെടുത്ത് അതിൽ നിന്ന് അല്പം നീതി ലഭിക്കും വിധം കാര്യങ്ങൾ ക്രമീകരിച്ച് അനുഗ്രഹിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഏറെ ക്ലേശവും കണ്ണീരും ദുരിതവും ഒക്കെയുള്ളൊരു ജീവിതം, എങ്കിലും അല്പം പോലും പ്രത്യാശ വിടാതെ അക്രൈസ്തവ കുടുംബമാണെങ്കിലും പൂർണ്ണമായി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഉടമ്പടി പ്രകാരം ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ പ്രത്യാശയോടെ കൂടെ നിന്ന് അനുഗ്രഹിക്കും, സഹായിക്കുമെന്ന വലിയ ശരണപ്പെടലാണ് ഈ കുടുംബത്തിന് ഇന്ന് അനുഗ്രഹത്തിന് കാരണമായതെന്ന് ഏറ്റുപറയുന്നു. അമ്മയുടെ തിരുനടയിൽ ഏത് ഭാരപ്പെട്ട വിഷയവും നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നവും നമ്മൾ വഴിയടഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ ഈശോയ്ക്കത് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭാരം ലഘൂകരിച്ചും സമയം ചുരുക്കിയും ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പിയും നമ്മളെ സഹായിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ അമ്മയുടെ വാക്കുകളിലൂടെ നാം കേട്ടത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് എന്നോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരെയും സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന്, ഏറ്റവും ബലഹീനയും പാപിയുമായി എന്നെ അനുവദിച്ചതിന് 1000 നന്ദി
നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഭിജ മെർനഡിസ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡിൻ്റെ പേര് അനൂപ് സാം, മോൻ്റെ പേര് അഹാൻ. ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെ പറ്റി കൃപാസനത്തെ പറ്റി അറിയുന്നത് യൂട്യൂബിൽ നിന്നാണ്. അങ്ങനെ 2022 ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നതിൽ അന്ന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഞാൻ കാനഡയിലേക്ക് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ PR ആപ്ലിക്കേഷൻ്റെ ഇതുവഴിയായി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സമയച്ചുരുക്കത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അന്ന് PR ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുവാനും ഞങ്ങൾക്കവിടെ സകുടുംബം അവിടെ എത്തുവാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങളവിടെ ചെന്നിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങളവിടെ പോയ സമയത്തിൽ അവിടെ ജോലി കിട്ടാനും അതുപോലെ എല്ലാത്തിനും ഏറ്റവും കടുത്ത ബുദ്ധിമുട്ടുള്ളൊരു സമയത്തായിരുന്നു ഞങ്ങളവിടെ ലാൻഡ് ചെയ്തത് 2023 ഫെബ്രുവരിയിൽ. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ ജോലിക്കാണെങ്കിലും ശരി, അല്ല നമുക്കൊരു അക്കോമഡേഷൻ കിട്ടാനാണെങ്കിലും ശരി, ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉള്ളൊരു ടൈമായിരുന്നു. പക്ഷേ അന്ന് ദൈവത്തിൻ്റെ മഹാകൃപയാൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഹസ്ബൻഡിനെ ചെന്ന് നമ്മൾ ലാൻഡ് ചെയ്തിട്ട് 3 വീക്സിനുള്ളിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. ഹസ്ബൻഡ് IT ഫീൽഡാണ്. അപ്പോൾ അതേ ഫീൽഡിൽ തന്നെ ഉള്ളൊരു ജോബ് ലഭിക്കുവാനും അത് 3 ലെവൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഉടമ്പടി വസ്തുക്കൾ കാശുരൂപവും പരിശുദ്ധ അമ്മയുടെ തൈലവും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഇൻ്റർവ്യൂ ലെവൽസ് ക്ലിയർ ചെയ്യുവാനും 3 ആഴ്ചയ്ക്കുള്ളിൽ 1 മാസത്തിനുള്ളിൽ ആ ജോലി ലഭിച്ചു. കാരണം 3 സ്റ്റേജസ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അത് ക്ലിയർ ചെയ്ത് അത് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രം അത് സാധിച്ചു. അല്ലായിരുന്നെങ്കിൽ യൂഷ്വലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ, കാരണം നാട്ടിലുള്ള ജോലി റിസൈൻ ചെയ്തിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. സോ അപ്പോൾ ആ ജോലി ലഭിച്ചില്ലെങ്കിൽ നമുക്കവിടെ പുതിയൊരു രാജ്യം, പുതിയ സ്ഥലം, നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി. അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ അന്ന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞിന് അന്ന് നെക്കിൻ്റെ ഇവിടെ ഒരു ലംബ് പോലെ കണ്ടു. അപ്പോൾ അത് അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെന്നത്. ദൈവത്തിൻ്റെ വളവറ്റ കൃപയാൽ അത് നോർമൽ ഇതാണെന്നുള്ളത് എൻ്റെ ഇത് ലഭിച്ചു. അതുപോലെ തന്നെ അന്ന് എൻ്റെ ഒരു കസിന് വേണ്ടി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഒരു 3 മന്ത്സിനുള്ളിൽ തന്നെ കസിന് പ്രഗ്നൻ്റ് ആവാനും നല്ലൊരു കുഞ്ഞ് ലഭിക്കുവാനും ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അമ്മയുടെ ഗോൾഡ് മിസ്സിങ് ആയിരുന്നു. അത് ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഞാൻ ആദ്യമേ അത് തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിലിരുന്നു. പക്ഷേ കിട്ടിയില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ അത് തിരികെ ലഭിക്കുവാനുള്ള കൃപയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങളവിടെ ചെന്നിട്ടിപ്പം 3 വർഷമാകുന്നു. അപ്പോൾ 2 വർഷം ആദ്യമേ ആ കിട്ടിയ ജോലിയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി മാറണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പക്ഷേ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ ലിങ്ക്ഡിൻ വഴി ഇങ്ങോട്ടേക്ക് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഒരു ജോബ് ഓഫർ വന്നിട്ട് നമ്മളത് പ്രൊസീഡ് ചെയ്യുകയും അതും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കാശുരൂപം പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും. ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ജോലി ലഭിക്കുവാനും അത് ഒരു കഴിഞ്ഞതിലും ഒരു നല്ല ജോലിയായിരുന്നു. അപ്പോൾ അത് ലഭിക്കുവാനും ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു വീട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 5 വർഷം മുന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല അവിടെ. ലൈക്ക് പണ്ടത്തെ ഹൗസ് പ്രൈസസ് ആയാലും എല്ലാം ജീവിത ചെലവായാലും ഒക്കെ വ്യത്യാസമുണ്ട്. സോ ഇപ്പം ഒരു വീട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാലും ഇപ്പം സാധിക്കുമല്ലോ, ഇപ്പം ഒക്കുന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ വളവറ്റ കൃപയാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്നെ ചെന്നിട്ട് ഒരു 2.5 വർഷമായപ്പോൾ നമ്മളത് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഈ ജാനുവരി 2026 ജാനുവരിയിലായിരുന്നു കയറത്താമസം. സോ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമായിരുന്നു. ഭവനം തന്നനുഗ്രഹിക്കണമേ എന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞങ്ങൾ ലാൻഡ് കിട്ടിയ അവിടെ പ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പണിയുവാണ്. അപ്പോൾ പ്ലോട്ട് കിട്ടിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നത് തന്നെ. അത് ദൈവത്തിന് അളവറ്റ നന്ദി പറയുന്നു. അമ്മയ്ക്കും അമ്മ മാതാവിനും അളവറ്റ നന്ദി പറയുന്നു. അതുപോലെ തന്നെ
ഹസ്ബൻഡിൻ്റെ കിഡ്നിയിലൊരു സിസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു അതൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റ് ആണെന്ന് തോന്നുന്നു, സോ ഫോളോ അപ്പ് സ്കാൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോളോ അപ്പ് സ്കാൻ അവിടെ ലഭിക്കാൻ ഇവിടുത്തെ പോലെ പെട്ടെന്ന് ചെന്നാലും പറ്റില്ല. അപ്പോൾ ഒരു 6 മന്ത്സിനടുത്ത് വെയിറ്റിംഗ് ടൈമും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പ്രത്യേകം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം കോംപ്ലിക്കേറ്റഡ് സിസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞ ഇതേ സിസ്റ്റ് തന്നെ പിന്നീടത്തുള്ള സ്കാനിങ്ങിൽ അതൊരു സിമ്പിൾ സിസ്റ്റാണ്, ഇനി ഫർദർ ഫോളോ അപ്പ് വേണ്ട എന്നുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്. അതിനും ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവമാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ഇൻ്റർസെക്ഷനിൽ നമ്മുടെ വണ്ടിയിലൊരു വണ്ടി വന്ന് ഇടിച്ചു. പക്ഷേ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുഴപ്പവും ഇല്ലാതെ, ആർക്കും പരിക്കുകളോ ഒന്നും ഇല്ലാതെ അതിൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവും കർത്താവും ഞങ്ങളെ കാത്തു പാലിച്ചു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ, നാട്ടിൽ വെച്ച് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോൾ പത്രം നമ്മൾക്ക് പറ്റുന്നിടത്തെല്ലാം നാട്ടിൽ തന്നെ മലയാളം പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രം അവിടെ കൊണ്ടുപോവുകയും പറ്റുന്നിടത്തൊക്കെ ചിലർ റിലക്റ്റൻ്റ് ആയിരിക്കും മേടിക്കാൻ, ചിലർ പറ്റുന്നവർക്ക് കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പറ്റുന്ന പോലെ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അത് സാധിക്കില്ല. ഒന്നെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രോസറി ഷോപ്പിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ടിലായിരിക്കും ചിലപ്പോൾ അവരുണ്ടാവുക. അപ്പം ഗ്രോസറി ഷോപ്പിൽ നിന്ന് നമ്മൾ അവിടുന്ന് തന്നെ മേടിച്ച ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊടുക്കുക. ഇപ്പം കണ്ടാലും നമ്മളത് ഇറങ്ങിപ്പോന്നാലും നമ്മൾ തിരിച്ച് ചെന്ന് മാക്സിമം അങ്ങനെ ചെയ്യാനുണ്ട്. അതൊക്കെ ശരിക്കും ഈ കാരുണ്യ പ്രവൃത്തികളൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ കൃപാസനത്തിൽ വന്ന് പിന്നെയാണ്. പണ്ടാണെങ്കിൽ ഇപ്പം പാവങ്ങളെ അങ്ങനെ കണ്ടാൽ ഓക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യണം, ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് പോകും. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് ആദ്യമായിട്ട് ഒരു കലൂറായിരുന്നു എറണാകുളത്ത് വെച്ച് തോന്നി, ഇപ്പം ഒരാളെ മുന്നിൽ നമ്മൾ കണ്ടാൽ ഇപ്പം തന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇതിൽ നമ്മൾ അപ്പം തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പോയി അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക. അങ്ങനെ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതും ഇപ്പം നമുക്കിപ്പം ചെയ്യാം, ഓക്കെ പിന്നീട് ചെയ്യാം, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, എപ്പോഴേലും ചെയ്യണം, അങ്ങനെയുള്ളൊരു വിചാരം മാറ്റി ഇപ്പം എന്ത് ചെയ്യാം എന്നുള്ളൊരു വിചാരത്തിലേക്ക് വന്ന് തന്നെ കൃപാസനത്തിൽ വന്ന ശേഷമാണ്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന എന്നുള്ള വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഒക്കുമ്പോൾ ഒരുമിച്ചും പ്രാർത്ഥിക്കുമായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു തീരുമാനം, അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ അനവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പേരൻസിൻ്റെ വിസ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുപാട് പേർക്ക് വിസിറ്റർ വിസ ആപ്ലിക്കേഷൻസ് റിജക്റ്റഡ് ആകുന്ന ടൈമാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും അത് റിജക്റ്റ് ചെയ്യുക അവർ ചെയ്യാറ്. അത് ഞങ്ങളിപ്പം ഈ അടുത്ത് പേരൻസിൻ്റെ വിസ അപ്ലൈ ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ അതും സമയത്തിന്മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എന്ന് പറയും. കാരണം പെട്ടെന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ആയി എന്നുള്ളൊരു മെയിൽ നമുക്ക് ലഭിച്ചു. കാരണം നമ്മളൊരു 3 months അല്ലെങ്കിൽ 6 months ഒക്കെ എടുക്കും എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. കാരണം ഇപ്പം കിട്ടിയ പലരും അങ്ങനെ വെയിറ്റ് ചെയ്തായിരുന്നു കിട്ടി. അപ്പം ഇത് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത് അപ്രൂവായി. സോ അവർക്ക് ഇപ്പം ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെയും ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ലഭിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എത്ര പറഞ്ഞാലും മതിയാകുകയില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ എല്ലാ ചെറുതും വലുതുമായ അനേകം ഇതുണ്ട്. കാരണം നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഉടനെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഉടമ്പടി കാശുരൂപം കൊണ്ടല്ലാതെ ഒരിടത്തും പോകാറില്ല എന്ന് പറയാം. ഉടമ്പടി കാശുരൂപം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വിനീതമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും മാക്സിമം യൂട്യൂബ് വഴിയാണ്. ഞാൻ യാക്കോബൈറ്റാണ്, കാത്തലിക് അല്ല. സോ ഞങ്ങൾക്ക് സൺഡേസിലേ ഉള്ളൂ വിശുദ്ധ കുർബാന. അപ്പം ഓൺലൈനായിട്ട് കാത്തലിക് മാസ് കൂടാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും എല്ലാത്തിലും അതിൽ ദിവസം കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എന്നും കൂടെ ഉണ്ടാവണമേ എന്ന് മാത്രം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തി. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 വിശ്വാസത്തോടെ കാത്തിരിക്കാൻ
ദൈവത്തിൻ്റെ സമയത്തിൽ അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ നമ്മൾ ഓരോരുത്തരെയും ദൈവം സംഭരിച്ചു വച്ചിരിക്കുന്ന ആ നന്മയിലേക്കാണ്, ആ നന്മ അനുഭവിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ആഭ്യ മെറിൻ എഡിസൺ എന്ന മകളുടെ സാക്ഷ്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. ഹസ്ബൻഡിന് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് നിയോഗത്തെ സമർപ്പിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ജോലി ലഭിക്കുകയും പിന്നീട് ആ കമ്പനിയിൽ തന്നെ, വേറൊരു കമ്പനിയിൽ തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ഉയർന്ന കമ്പനിയിൽ നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാനഡയിൽ ഒരു ഭവനം ലഭിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഇപ്പോഴത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഡിഫറൻ്റ് ആണ്. പക്ഷേങ്കിൽ അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഇടപെടുകയും സഞ്ചാരി മാതാവ് ഇവരെ അവിടെ ചെന്ന് സഹായിക്കുകയുമാണ് ചെയ്തതെന്നാണ്. കാരണം ഭവനം കാണാൻ പോയപ്പോൾ ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് നല്ലൊരു ഭവനം നൽകിയാണ് ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നീട് ഹസ്ബൻഡിന് കിഡ്നിയിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ആയിട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും അത് പിന്നീട് ടെസ്റ്റിന് പോയപ്പോൾ ഒരു സിമ്പിൾ സിസ്റ്റാണ്, കുഴപ്പമില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയത്. പിന്നീട് വാഹനാപകടത്തിലും ഈ കുടുംബത്തിന് നല്ലൊരു സംരക്ഷണമാണ് ലഭിച്ചത്. ഒരു പോറൽ പോലും ഏൽക്കാതെ ഈശോയും അമ്മയും ഇവരെ സംരക്ഷിക്കുകയും പേരൻസിന് കാനഡയ്ക്ക് പോകാനുള്ള വിസിറ്റിംഗ് വിസ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഇടപെടുകയും ഇവർക്ക് നല്ലൊരു വിസിറ്റിംഗ് വിസ കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ദൈവം സംഭരിച്ചു വെച്ച അനുഗ്രഹങ്ങൾക്കായി വിശ്വാസത്തോടെ നമുക്കും കാത്തിരിക്കാം. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അത് ലഭിക്കുവാനായിട്ട് ഉടമ്പടി ഒരു മാർഗമാണ്. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി ലഭിക്കുമെന്നാണ്. നമുക്കും ആ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആഭ്യ മെറിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് അമ്മയ്ക്കും ഈശോ അപ്പനും ഒരു കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രേവതി, ഇതെൻ്റെ അനുജത്തി അശ്വതി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2/11/2024 എനിക്ക് ആദ്യമായി സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ അനുജത്തിയുടെ ഒരു സാക്ഷ്യമാണ്. അനുജത്തി അശ്വതി, അവൾ 2025 +2 കഴിയുന്നുണ്ടായിരുന്നു. 10 വരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. 11, 12 അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവളുടെ റിസൾട്ടിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്കകളുണ്ടായിരുന്നു. ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അവൾക്ക് 90% മുകളിൽ മാർക്ക് കിട്ടണം +2. 2, ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണമെന്നുള്ളത്. അതും റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട്, കാരണം കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട് ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണം എന്നൊരു നിയോഗം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നിയോഗം അവളുടെ +2ൻ്റെ മാർക്ക് വന്നപ്പോഴത്തേനും 89% 90%-ലേക്ക് 1% കുറവ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നിൽ നിന്നും കൂടുതൽ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ വളരെയധികം ശക്തമാക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തമാക്കി. ഈ കുട്ടിയെ ഞാൻ എൻട്രൻസിന് ഞങ്ങളൊരു ക്രാഷ് കോഴ്സിന് കൊണ്ടാക്കി. ഞങ്ങൾ ഈ കുട്ടിക്ക് എൻട്രൻസിന് എഞ്ചിനീയറിംഗ് ആണ് ഇവൾ നോക്കുന്നുണ്ടായിരുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനാണ് ഇവൾക്ക് താല്പര്യം. എല്ലാ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോഴും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും എക്സാമിന് അയക്കുന്നതും ഒക്കെ. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2020 കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ 25,600 റാങ്ക്. ഞങ്ങൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുക ഒട്ടും തന്നെ സാധ്യമല്ലാത്തൊരു കാര്യമായിരുന്നു. കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൈക്കോർട്ടിൻ്റെ വിധി വരികയാണ്, ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം.
പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന രീതിയിൽ. അങ്ങനെ രണ്ടാമതൊരു റാങ്ക് ലിസ്റ്റ്, ഒരു കീമിന് എഞ്ചിനീയറിങ്ങിൻ്റെ രണ്ടാമതൊരു റാങ്ക് ലിസ്റ്റ് വരെയാണ്. ഞാനിതുവരെ കേട്ടിട്ടില്ല. ഞാനും എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമതൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ കുട്ടിക്ക് 18,052 റാങ്കിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുകയുണ്ടായി. എന്നിട്ടും ഗവൺമെൻറ്റിൽ കിട്ടുമെന്നുള്ളത് വളരെ പ്രതീക്ഷ കുറവായിരുന്നു. പക്ഷേ എല്ലാവരും പ്രതീക്ഷ കുറവായിരുന്നു എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ അപ്പയും അമ്മയോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിയോഗത്തിൽ വച്ചതാണല്ലോ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയായിരുന്നു എനിക്ക് തരും, അല്ലെങ്കിൽ അമ്മ എനിക്കൊരു വഴി തരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ലല്ലോ നമ്മൾ എന്നൊക്കെ ഒരു വിഷമം പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ അപ്പയും അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം എനിക്ക് ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ തിരുവനന്തപുരത്തൊരു ഒരു KSRTCയുടെ കീഴിലുള്ള SCT എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു കിട്ടിയത്. 74,000 ആയിരുന്നു ഫീസ് വരുന്നത് വർഷം. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നു, ഒരു മാറ്റവും ഇല്ല, കോളേജിലൊരു മാറ്റവും ഇല്ല. മൂന്നാമത്തെ അലോട്ട്മെൻറ്റും വന്നു, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അലോട്ട്മെൻറ്റുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സിലേക്ക് പോയി തുടങ്ങി. അങ്ങനെയാണ് രാവിലെ ഒരു പുതിയൊരു അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ വേക്കൻറ്റ് സീറ്റ് ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻ്റ് ഉണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഗവൺമെൻറ് സീറ്റിൽ ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് ഒരു അഡ്മിഷനാണ് കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഇത് അച്ഛൻ പറയുന്ന പോലെ തന്നെ നോട്ട് ബൈ ഹെർ മെറിറ്റ് ബട്ട് എൻ്റെ അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. ഇപ്പോൾ വർഷം 9,600 രൂപയുള്ളൂ വർഷം ഫീസ്. നിയോഗത്തിൽ വച്ചതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചു. അമ്മയ്ക്കും ഈശോപ്പനും 1 കോടി നന്ദി. രണ്ടാമത് ഞാൻ 2020 പാസ് ഔട്ടായ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ ഈ ഒരു 5 വർഷം ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് 2025 ജൂൺ 13-ാം തീയതി എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ഞാൻ കൊടുത്തതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഞാനതിൽ വിഷമം പറഞ്ഞില്ല. എനിക്ക് തന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. മാതാവിനോട് ഈശോപ്പോഴും ഞാൻ ഒരിക്കലും വിഷമം പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും കൂടുതൽ ശക്തിയോട് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മാനസികമായി വളരെയധികം സങ്കടം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു ആ സമയത്ത്. പല ക്ലിനിക്കിലും നോക്കി, പക്ഷേ എനിക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ജൂൺ 13 റിസൾട്ട് വന്നു. ജൂൺ 21 ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലി എനിക്ക് കിട്ടി. ഒരു ഫ്രഷർ എന്ന രീതിയിൽ കയറുമ്പോൾ ആഗ്രഹിച്ച പോലൊരു എനിക്ക് ജോലി ലഭിക്കുകയാണ്. ക്ലിനിക്കിൻ്റെ പേര് ഒമേഗ എന്നാണ്. ആ ക്ലിനിക്കിന് അടുത്ത് തന്നെ എൻ്റെ അമ്മയുടെ ഒരു ഗ്രോട്ടയുണ്ട്. എനിക്കവിടെ പഞ്ചിങ്ങിന് കിട്ടിയ എൻ്റെ പഞ്ചിങ് ID 7 ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മ തന്ന ജോലിയാണെന്ന് ഞാൻ പറയും. രണ്ടാമത് ഈ ഒരു കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ, നിരാശ ഒക്കെ ഞാൻ അണ്ടർഗോ ചെയ്തൊരു സമയമായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ഞാനിവിടെ പാളയം പള്ളിയുണ്ട്, ആ പാളയം പള്ളിയിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ സംസാരിക്കും. അപ്പയോടും അമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കും. അങ്ങനെ എന്നെ ഹീൽ ചെയ്തു. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈശോനെ വൂണ്ടഡ് ഹീലർ എന്നാണ്. അങ്ങനെ എന്നെ ഹീൽ ചെയ്തതാണ് എൻ്റെ അപ്പയും അമ്മയും. ഞാൻ ഈ ഒരു കാലഘട്ടത്ത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ നെസസറി ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പയും അമ്മയോട് ഞാൻ അടുക്കില്ലായിരുന്നു. ഞാൻ അത്രമാത്രം അടുത്തു തുടങ്ങിയിരുന്നു. മൂന്നാമതായിട്ട് എനിക്ക് കയ്യിൽ ചെറിയ അരിമ്പാറ പോലെ വരുന്നുണ്ടായിരുന്നു. 3 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കരിച്ച് കളയായിരുന്നു ചെയ്തിരുന്നത്. കുറേ നാൾ നോക്കി അത് ഹീലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത് കരിച്ച് കളയാറുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷവും ഞാൻ ഈ അരിമ്പറ ഞാൻ നോട്ടീസ് ചെയ്തു, വീണ്ടും വരുന്നുണ്ടായിരുന്നു കയ്യിൽ. ഞാൻ പറഞ്ഞു, അപ്പം അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് തന്നെ കരിഞ്ഞു പോയി. എനിക്കറിയില്ല, അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഒരു ട്രീറ്റ്മെൻറ്റ് വഴി കരിച്ച് കളയുന്നതാണ്. ഒരാഴ്ചത്തേക്ക് കൈയൊക്കെ ബാൻഡേജ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കേണ്ടതാണ്. അത്ഭുതം നോക്കട്ടെ, അത് തന്നെ കരിഞ്ഞു പോയി. ഒരു പാട് പോലും ഇല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമാവുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് ഏനൽ ഫിഷറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഈ വളരെയധികം വേദനയായിരുന്നു അത് വരുമ്പോൾ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കങ്ങനെ ഒരു വേദനയും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് നന്ദി. അത് കഴിഞ്ഞ് ഞാൻ 11 വർഷം മുന്നേ ലൈസൻസ് എടുത്ത വ്യക്തിയാണ്. എനിക്ക് വണ്ടി ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. 2 ആഴ്ച മുന്നേ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒന്നുമില്ല, പക്ഷേ അപ്പയും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള ഒരേ ഒരു ബലത്തിലാണ് ഞാൻ ആദ്യമായി വണ്ടി എടുത്ത്. അതും പാളയം പള്ളിയിലോട്ട് തന്നെ ഞാൻ പോകണം, എനിക്കൊരു പള്ളിയിൽ തന്നെ പോകണം, ചേർച്ചിൽ തന്നെ എനിക്ക് എൻ്റെ വണ്ടി എടുത്ത് ഫസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അപ്പയും അമ്മയെ സമർപ്പിച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഇപ്പം 2 ആഴ്ചയായി ഞാൻ ആ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പയും അമ്മയെ സമർപ്പിച്ചാണ് യാത്രകളെല്ലാം പോകുന്നത് എൻ്റെ വണ്ടിയിൽ. ഇതൊക്കെയാണ് എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാതാവ് തന്ന സാക്ഷ്യങ്ങൾ. പക്ഷേ ഇതിലുപരി ഞാൻ അപ്പയും അമ്മ എനിക്ക് തന്ന അഭിഷേകത്തിൽ എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഇമോഷണൽ കോഷ്യന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കടം, ക്രോധം, അതേപോലെ തന്നെ ക്ഷമയില്ലായ്മ, ഇതെല്ലാം പരിഹരിച്ച് ഒരു നല്ല വ്യക്തിയായി മാറ്റണമേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നിയോഗം വയ്ക്കുമ്പോഴൊക്കെ ആദ്യത്തെ ഒരു കോളം ഞാൻ ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത്. 2ാമതും 3ാമതും വയ്ക്കുന്ന നിയോഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഉടമ്പടി പാലിക്കാൻ പറ്റണമേ, നിത്യജീവനിലേക്ക് എന്നെ നയിക്കണമേ എന്ന രീതിയിലാണ് ഞാൻ ഉടമ്പടി വെക്കാറ്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, കൃപാസന പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അത് വീടുകൾ കയറി ഇറങ്ങി ഓരോ വീടുകളിലും ചെന്ന്, പ്രത്യേകിച്ച് നോൺ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ ഞാൻ പോയി പത്രങ്ങൾ വിതരണം ചെയ്യുകയും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് ഞാൻ പത്രം വിതരണം ചെയ്യുകയും ചെയ്യും. ചില ആൾക്കാർ മടി കാണിക്കാറുണ്ട്. ഞാൻ പറയും, മടി കാണിക്കരുത്, നിങ്ങളിത് ഈ പത്രം ഉപേക്ഷിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഇത് വാങ്ങിക്കരുത്, അത്രയും പവിത്രമാണ് ഈ പത്രം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പത്രം കൈമാറുന്നത്. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കൊരു ആരും തന്നെ സഹായിക്കാനില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങളിത് എടുക്കണം. നിങ്ങൾക്കൊരു രക്ഷയാണ് ഈ പത്രം, ഈ അമ്മ ഒരു രക്ഷയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടെയൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ ആളാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലായാലും ഒക്കെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ പത്രം കൊടുത്തു. ഞാൻ പ്രഖ്യാപിച്ചു എൻ്റെ അമ്മയുടെ ആളാണ്. ഇപ്പോൾ കാണുന്ന യൂത്തിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളൊരു മടി എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്തു. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ ഞാൻ പറയും, ഞാൻ എൻ്റെ കൃപാസന അമ്മയുടെയും എൻ്റെ ഈശോപ്പൻ്റെയും ഒരു മകളാണെന്ന് ഞാൻ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ എൻ്റെ കൃപാസന മാതാവിനെക്കുറിച്ചും യേശുവപ്പനെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അവർക്കൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലഘട്ടമെല്ലാം ആയിരിക്കുന്ന രീതി അവർക്കറിയാം. അവർ എൻ്റെ ഈ മാറ്റം കണ്ട ഒരു കുട്ടിയെ വളരെയധികം അതിശയപ്പെട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥനയാണ് നിന്നെ ഇപ്പോൾ ഒരു പുതിയ ആളായിട്ട് മാറ്റി, നിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അഫിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ. അവിടുത്തെ അമ്മമാരോട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം പണ്ടും ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്, ആൾക്കാരെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറ്, ഇത് എൻ്റെ അമ്മയുടെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്.
പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കില്ല, എൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെ പങ്ക്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് ഇപ്പം ഉദ്ദേശിക്കുന്നത്. ഇനിയും വളരെ ശക്തമായിട്ട്, ഇതൊന്നും പോരാന്നാണ് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നത്, നിഗമനത്തിൽ പറയുന്നത്, എൻ്റെ ഒരു കുറവായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇനി മുതൽ ഇതിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അമ്മ എനിക്ക് കൃപ നൽകും എന്നാണ് എനിക്ക് എൻ്റെ ഒരു അമ്മയുടെ ഉള്ളൊരു ആവശ്യം. ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ രണ്ട് കയ്യിൽ ഞാൻ തൈലം പൂശിയിട്ടാണ് ഞാൻ ആ കേസസ് അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് വരാറുണ്ട്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അമ്മയിൽ. പിന്നെ ബുദ്ധിമുട്ടുള്ള ക്യാൻസർ പേഷ്യൻസ്, അതേപോലെ തന്നെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ ഞാൻ അവരെ തലയിൽ തൊട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഈശോയിലും അപ്പയിലും ഒക്കെ ഞാൻ സമർപ്പിക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ജാനുവരിയിൽ എടുത്തൊരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ മനുഷ്യരോട് ഞാൻ ഇനി പറയില്ല. ഞാൻ മുട്ടുകുത്തി ഞാൻ എൻ്റെ അപ്പയോടും അമ്മയോടും മാത്രമേ ഞാൻ പറയുള്ളൂ, വേറെ ആരോടും ഞാനത് ഷെയർ ചെയ്യില്ല. കാരണം അപ്പയുടെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന അവരാരും വേറെ ആരുടെയും മുന്നിൽ മുട്ടുകുത്താൻ അപ്പയും അമ്മയെ സമ്മതിക്കില്ല എന്ന് എനിക്ക് 100% വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ആരോടും അത് പറയില്ല എന്നൊരു റെസൊല്യൂഷൻ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് വെക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ചെറിയ ബുക്ക്, ഞാൻ അന്ന് എല്ലാ ദിവസവും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ച ഫുഡ്, എനിക്ക് കിട്ടിയ സന്തോഷം, അതിന് പ്രതി എനിക്ക് കിട്ടിയ സംരക്ഷണം, പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിച്ചാൽ തന്നെ ഞാൻ അത് എഴുതും. എനിക്ക് പുതിയ സാധനം കിട്ടി, എനിക്ക് അമ്മയാണ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി എനിക്ക് പുതിയ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ എനിക്ക് സൂക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ഒരു പ്രെയർ ലിസ്റ്റ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാരും പിന്നെ എനിക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുടെയും പ്രെയർ ലിസ്റ്റുകൾ ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈശോ അപ്പയിലും അമ്മയിലും ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്നിലുണ്ടാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്വപ്ന അനുഭവങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്വപ്നത്തിൽ നമ്മുടെ ജോസഫ് അച്ഛൻ കുട്ടികളെ കുഞ്ചിക്കുന്നതായിട്ടൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അൽത്താര വിസിറ്റ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ ആ സെയിം സ്വപ്നം റിയാലിറ്റിയിൽ കാണുകയാണ്. അച്ഛൻ ഒരു കുട്ടിയെ കൊഞ്ചിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമതെന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റ് ടൈം ഉടമ്പടി പുതുക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സാധാരണ സ്വപ്നങ്ങൾ കാണുന്നത് എന്തെങ്കിലും എനിക്ക് അറിയുന്ന ഒരു പ്രാവശ്യമെങ്കിലും കണ്ടൊരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷേ ഞാൻ അന്ന് സ്വപ്നം കണ്ടത് ഒരു അമ്മയാണ്, ഒരു പ്രായമായ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ടൊരു അമ്മ. ഞാൻ ആലോചിച്ചു, ആ ഒരു സ്വപ്നം എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി, അതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അത് എന്താണെന്ന് ഡീകോഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. പൊസഷന് ഞാൻ പങ്കെടുത്തു. ഞാൻ ചന്ദനത്തിരി പിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് മാതാവിനെ ഹോൾഡ് ചെയ്ത ആ അമ്മ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോഴും 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും ഒക്കെ എനിക്ക് മാതാവിനെയാണ് ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. ഇനി എപ്പോഴും ജീവിതാവസാനം വരെ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഈശോ അപ്പയിലും അമ്മ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാ, എല്ലാ നിമിഷവും ഈശോ അപ്പയിലും അമ്മയിലും കൂടെ ആയിരിക്കണം എന്നാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഞാൻ മാക്സിമം ഞാൻ പള്ളിയിൽ പോവും, സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. കുർബാന സ്വീകരിക്കാൻ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. കഴിയാത്തതിൽ ഞാൻ എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കും പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ഓരോ നിമിഷവും ഞാൻ അപ്പയിലും അമ്മയിലും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും എന്ത് കാര്യം ഉണ്ടായാലും, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്തിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ ആശ്രയിച്ച മൊത്തം പ്രേയേഴ്സിനെയും ബൈബിളിനെയാണ്.
ബൈബിൾ ഒരു റിലീജിയസ് ബുക്കാണ്. അതിനേക്കാൾ ഉപരി എനിക്കൊരു ബുക്ക് ഓഫ് ഹ്യൂമൻ സയൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബുക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ചുമ്മാ ജസ്റ്റ് പ്രാർത്ഥിച്ച് ഒരു പേജ് എടുത്ത് തുറന്നു നോക്കിയാലും അതിലൊരു വചനം വായിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴൊക്കെ ഞാൻ ഈ പ്രേയേഴ്സിനെയും ഈ ബൈബിളിനും തന്നെയാണ് ആശ്രയിച്ചത്. ഞാൻ എപ്പോഴും എവിടെ പോയാലും, എവിടെ നിന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ പോലും എൻ്റെ കയ്യിലുണ്ടാകുന്ന സാധനമാണ് ബൈബിളും കൃപാസനത്തിലെ കാശ് രൂപവും ഒക്കെ. ഈ കൃപാസനത്തിലെ കാശ് രൂപം ഞാൻ ഒരിക്കലും കഴുത്തിലണിയില്ല, കയ്യിലാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എൻ്റെ മാതാവിൻ്റെ ആളാണ്. എവിടെയൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമോ ആ രീതി എൻ്റെ വണ്ടിയിൽ ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് ഒട്ടിച്ചേക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ എനിക്ക് അപ്പയും അമ്മയും കൈമാറാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിലും കാലം ഉപരി എനിക്ക് നന്നായി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഓരോ നിമിഷവും ഇനിയും ഇത്രയും വളരെ നന്നായിട്ട് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് ഈ അൽത്താരയിൽ പറയണം എന്നുണ്ട്. എൻ്റെ അപ്പയമ്മ എനിക്കുള്ള കൃപ എനിക്ക് ഉറപ്പായിട്ടും തരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഒരു കോടി നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 16-ാം തിരുവചനം. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവവുമായി ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ രേവതി തൻ്റെ അനുജത്തി അശ്വതിയോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത് ദൈവവും ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ലെവലിനെ കുറിച്ചാണ് ഡോക്ടർ രേവതി ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും അനുജത്തിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവാതിരുന്നുള്ള എല്ലാ അയോഗ്യതകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അതെല്ലാം കൃപകളാക്കി മാറ്റിയ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്ന സാക്ഷ്യം. സത്യമായും അതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് രേവതി അതിനെ ഇവിടെ രേഖപ്പെടുത്തി പറയുന്നത്. രേവതിയുടെ തന്നെ അനുഭവത്തിൽ ഈശോ ആരാണെന്നും ബൈബിൾ എന്താണെന്നുമൊക്കെ തനിക്ക് തന്നെ തൻ്റേതായ ഒരു നിലപാട് അല്ലെങ്കിൽ തനിക്ക് തന്നെ തൻ്റേതായ ഒരു ഡെഫിനിഷൻ വന്നു കഴിഞ്ഞു. എനിക്ക് ബൈബിൾ എന്താണെന്നും എനിക്ക് ഈശോ ആരാണെന്നും പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ അമ്മയുടെ ആളാണ്, അങ്ങനെയൊക്കെ പറയാനും പ്രഖ്യാപിക്കുവാനുമുള്ള ഒരു വലിയ ആസ്തി ഇന്ന് ഡോക്ടർ രേവതിക്കുള്ളതായിട്ട് നാം കാണുകയാണ്. മകൾ പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയിരിക്കുന്ന ക്ലിനിക്കിൻ്റെ പേര് തന്നെ ഒമേഗ എന്നാണ്. നമുക്കറിയാം ഒമേഗ എന്ന വാക്കിൻ്റെ അർത്ഥം ആൽഫ ഒമേഗ. നാം ബൈബിളിൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യവും അന്ത്യവുമാണ്. അങ്ങനെ തന്നെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ എന്നെ നിത്യതയിലേക്ക് നയിക്കുന്നതാണ്. ഈശോയെ സ്വീകരിക്കാൻ സാധിക്കാതെ വരുമ്പോഴുള്ള എൻ്റെ സങ്കടം, അങ്ങനെ ഈശോ ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ഇന്ന് രേവതിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു ഉടമ്പടി ലെവലിലേക്ക് ഡോക്ടർ രേവതി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നത്താനിയലിനോട് ഈശോ പറയുന്നു, ഇതാ ഒരു നിഷ്കളങ്കനായ നിഷ്കപടനായ ഇസ്രായേൽക്കാരെക്കുറിച്ച് ദൈവം കാത്തിരിക്കുന്നത് ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ചിലരെല്ലാം ഈശോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ചിത്രീകരണങ്ങൾ അവസ്ഥകൾ നാം ബൈബിളിൽ കാണുന്നുണ്ടെങ്കിലും നത്താനിയലിനെ നോക്കി ഈശോ പറഞ്ഞത് ഇതാ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ എന്നാണ്. നമ്മെ ഓരോരുത്തരെയും നോക്കി ഈശോ എന്തായിരിക്കും പറയുക എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ സാക്ഷ്യത്തിൽ നിന്നാണ്. അതുപോലെ ഓരോ സമയത്തും ഡോക്ടർ രേവതി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴെല്ലാം അത് അമ്മ ഈശോയെ ശുശ്രൂഷിച്ചതുപോലെയാണ്. അമ്മയ്ക്ക് ഈശോയെ സ്വീകരിച്ച ഉടനെ തന്നെ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെയുള്ളവരെ ശുശ്രൂഷിക്കാൻ ശീഘ്രത്തിൽ പോയി എന്നാണ് സുവിശേഷം പറയുന്നത്. അങ്ങനെ അമ്മയെപ്പോലെ ശുശ്രൂഷിക്കാൻ തൻ്റെ കൈകളിൽ എപ്പോഴും ഉശുദ്ധ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ കോംപ്ലിക്കേറ്റഡ് കേസിനെയും പേഷ്യൻസിനെയും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ജേണൽ എഴുതുന്ന ഒരു സ്വഭാവം, ഈശോ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്
ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാം എഴുതി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നന്ദിയുടെ ജീവിതം. ഇനി എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആദ്യത്തെ കോളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത നിയോഗങ്ങളെല്ലാം എനിക്ക് ഉടമ്പടി ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെ ഉടമ്പടി വളരെ കത്തിക്കയറുന്ന ഒരു സാക്ഷ്യത്തിനായി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഒരുപാട് മക്കളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാനും രേവതിക്ക് തന്നെ ഒരു വിശുദ്ധമായ ജീവിതം എപ്പോഴും മുന്നോട്ട് വയ്ക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും